പോളിടെക്നിക്ക് പഠിക്കുന്നവരോ ബിടെക് പഠിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക്സിനെ പറ്റി പഠിക്കുന്നവരോ കേട്ട് പഴകിയ ഒരു സാധനമായിരിക്കും ആർഡിനോ. ഇന്ന് എന്താണ് ആർഡിനോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് മൈക്രോ കൺട്രോളർ എന്താണെന്ന് നമുക്ക് നോക്കാം. മൈക്രോ കൺട്രോളർ ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. ഒരു ചെറിയ കമ്പ്യൂട്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. വളരെ പെട്ടെന്ന് ഡാറ്റ പ്രോസസ് ചെയ്യാനുള്ള കഴിവ് ഈ മൈക്രോ കൺട്രോളറിനും അങ്ങനെയുള്ള മറ്റ് പ്രോസസ്സറിനൊക്കെ ഉണ്ട്. ഈ മൈക്രോ കൺട്രോളറൊക്കെ വർക്ക് ചെയ്യാൻ വളരെ ചെറിയ പവർ മതി. അതുകൊണ്ട് തന്നെ ഒരു ബാറ്ററി വെച്ചിട്ട് ദിവസങ്ങളോളം നമുക്ക് ഈ മൈക്രോ കൺട്രോളർ പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇനി നമുക്ക് ആർഡിനോനെ പറ്റി പറയാം. മൈക്രോ കൺട്രോളറുകളെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സർക്യൂട്ട് ബോർഡ് ഡിസൈൻ ചെയ്ത് വിൽക്കുന്ന ഇറ്റലിയിലെ ഒരു കമ്പനിയാണ് ആർഡിനോ. അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ ആർഡിനോ ഒരു മൈക്രോ കൺട്രോളർ അല്ല, അതൊരു ഡെവലപ്മെന്റ് ബോർഡാണ്. ഒരു ആർഡിനോ ബോർഡിൽ മൈക്രോ കൺട്രോളർ ഉണ്ടാവാം, പ്രോസസ്സർ ഉണ്ടാവാം, FPGA ഉണ്ടാവാം. അത് നമ്മൾ ഉപയോഗിക്കുന്ന ആർഡിനോ ബോർഡിനനുസരിച്ച് മാറും. ആർഡിനോയുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അവരുടെ എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പുതുതായിട്ട് പല പ്രൊഡക്ട്സും ആർഡിനോ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയാൽ പറയുന്നത് കാണാം ആർഡിനോ വെച്ചാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ആർഡിനോ ബോർഡ് മിക്കവാറും ആർഡിനോ യുനോ അല്ലെങ്കിൽ ആർഡിനോ നാനോ ആയിരിക്കും. ഈ ബോർഡൊക്കെ വെച്ച് നമുക്ക് ഒരു മോട്ടറിനെ കൺട്രോൾ ചെയ്യാം, അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും പറ്റാം, അതിൻ്റെ ഡയറക്ഷൻ മാറ്റാം, അതുപോലെ LED കത്തിക്കാം, വേണമെങ്കിൽ ചെറിയൊരു റോബോട്ട് ഉണ്ടാക്കാം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. എൻ്റെ ഈ ചാനലിൽ കാണിച്ചിരിക്കുന്ന ഒട്ടുമിക്ക വീഡിയോസിലെയും സാധനങ്ങൾ ഒരു ആർഡിനോ വെച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. ആർഡിനോ കമ്പനി ഡിസൈൻ ചെയ്യുന്ന ഈ സർക്യൂട്ട് ബോർഡുകൾ ഓപ്പൺ സോഴ്സ് ആണ്. അതായത് അത് വെച്ചിട്ട് നമുക്കും ബോർഡുകൾ ഉണ്ടാക്കാം. അതിന് കേസൊന്നും ആവത്തില്ല. അതിൻ്റെ സ്കിമാറ്റിക്സും ഗർബർ ഫയലും എല്ലാം നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് സർക്യൂട്ട് ബോർഡ് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പം മാർക്കറ്റിൽ പല കമ്പനിയുടെ ആർഡിനോ ബോർഡ് ഇറങ്ങാറുണ്ട്. ആർഡിനോ ഇത്രയും ഫേമസ് ആവാൻ കാരണം ഇതിനെ വളരെ സിമ്പിളായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്. സാധാരണ ഒരു മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഒരുപാട് കോഡും അതുപോലെ ഒരുപാട് രജിസ്റ്റേഴ്സിനെ ഒക്കെ നോക്കി അതിൻ്റെ രീതിയിൽ പ്രോഗ്രാം ചെയ്യണം. അതിനുശേഷം നമ്മൾ എഴുതിയ പ്രോഗ്രാം മൈക്രോ കൺട്രോളറിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിന് വേറെ തന്നെ പ്രോഗ്രാമർ മേടിച്ച് പ്രോഗ്രാം ചെയ്യണം. എന്നാൽ ആർഡിനോയുടെ കേസിൽ ആർഡിനോ IDE എന്ന സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു USB കേബിൾ വഴി ഈ ആർഡിനോയും അതുപോലെ ഈ സോഫ്റ്റ്വെയർ തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് കോഡുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഈ USB കേബിളും നമ്മുടെ ലാപ്ടോപ്പും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഈ ആർഡിനോ IDE ഓൺ ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാമർ ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് നമ്മൾ എഴുതിയ കോഡ് മൈക്രോ കൺട്രോളറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ ആർഡിനോ എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെ പ്രോഗ്രാം ചെയ്യണം, എങ്ങനെ കോഡ് എഴുതണം, അതിൽ എന്തൊക്കെ പിന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഗുഡ് ബൈ.